ക്ലാസ്സും സുബർ സാറാണ്. നമ്മളിന്ന് പ്ലസ് വൺകാർക്ക് വേണ്ടിയുള്ള ഫസ്റ്റ് ചാപ്റ്റർ സെറ്റ്സിനുള്ളിലെ ഒരു ടോപ്പിക്കാണ്. ഇപ്പോൾ സ്കൂളിലൊക്കെ പോയി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മിക്കവാറും 2 ടീച്ചേഴ്സൊക്കെ പലയിടത്തും പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു ചാപ്റ്റർ സെറ്റ്സ് ആയിരിക്കും, മറ്റേ ചാപ്റ്റർ നമുക്ക് ഇഷ്ടമുള്ള ചാപ്റ്റർ ആയിരിക്കും ട്രിഗണോമെട്രി. ട്രിഗണോമെട്രിയെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, ഇത്തിരി പ്രശ്നക്കാരനാണ്, പെശകാണെന്നറിയാം. പക്ഷേ നമുക്കത് പഠിക്കാതിരിക്കാൻ പറ്റില്ല. നമ്മൾ മാത്സ് ഓറിയൻറ്റഡായിട്ട് ഏത് ഹയർ സ്റ്റഡീസിന് പോയാലും അവനില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അവനെ നല്ലതുപോലെ പഠിക്കുക. ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും, അതൊന്നും പ്രശ്നമില്ല. കാരണം അത്രയ്ക്ക് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ചാപ്റ്ററാണ് പഠിക്കുന്നത്. രണ്ടാമത് അതിൻ്റെ കുറേ ഫോർമുലാസുകൾ, അതാണ് നിങ്ങളെ കുഴയ്ക്കുന്നത്. ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഏത് ഫോർമുല ഉപയോഗിക്കും എന്നുള്ള ആ ബുദ്ധിമുട്ടാണ്. ഇപ്പോഴത്തെ ലാസ്റ്റ് ഇയറിലെ പ്ലസ് വണ്ണിൻ്റെ പബ്ലിക് എക്സാമിനാണേലും ഈ ട്രിഗണോമെട്രി എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ മിക്ക കുട്ടികളും ചെയ്തിട്ടില്ല. മിക്ക കുട്ടികളെന്ന് പറഞ്ഞാൽ ഒരു 90% കുട്ടികളും ചെയ്തിട്ടില്ലായിരുന്നു. അതിൻ്റെ കാരണം ടെക്സ്റ്റ് ബുക്കിൽ നിന്നല്ലാത്തതായിരുന്നു മെയിൻ പ്രശ്നം. മീൻസ് ടെക്സ്റ്റ് ബുക്കിൽ ആ ക്വസ്റ്റ്യൻ ഇല്ലായിരുന്നു, പുറത്തുനിന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. പക്ഷേ അത് ആർക്കും അതുകൊണ്ടത് ചെയ്തിട്ടുള്ളവർ വളരെ കുറവാണ്. പിന്നെ എവിടെയെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലും ഒന്ന് കണ്ടിട്ടുള്ളവർ ചെയ്തിട്ടുള്ളൂ. അങ്ങനെയൊക്കെയാണ് ആ ചാപ്റ്ററിലെ പ്രോബ്ലംസുകൾ ഇപ്പോഴത്തെ രീതി. അതുകൊണ്ട് നിങ്ങൾ നല്ലതുപോലെ പഠിച്ചോണം. അല്ലാതെ ടെക്സ്റ്റ് ബുക്കിലുള്ളത് മാത്രമേ പഠിക്കുള്ളൂ എന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ ചില ചാപ്റ്ററിൽ നിന്ന് പണി കിട്ടും. അതുകൊണ്ട് ഇത്തിരി എക്സ്ട്രാ ക്വസ്റ്റ്യൻസുകളൊക്കെ പഠിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇന്നത്തെ ടോപ്പിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർവെൽസ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്കുണ്ട് നമ്മുടെ സെറ്റ്സിനുള്ളിൽ. ഓക്കെ, എന്താണ് ഇൻ്റർവെൽ? നമുക്കറിയാം, സ്കൂളിലൊക്കെ ഇൻ്റർവെൽസ് നടത്താറുണ്ട്, ഇല്ലയോ? പല സ്കൂളുകളിലും ഇൻ്റർവെൽസുകൾ നടത്തുന്നുണ്ട്. നമുക്കൊരു 2 പീരീഡൊക്കെ കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് എന്ന് പറയാം, ഒരു 11 മണി തൊട്ട് 11:10 വരെ. അത് ഒരു ഇൻ്റർവെൽ ഇല്ലേ ഇവിടെ? അതേപോലെ ഇവിടെയും ആ മീനിങ്ങിൽ വരുന്നതാണ് ഇൻ്റർവെൽസ്. ഇവിടെ നമുക്ക് 4 ടൈപ്പ് ഇൻ്റർവെൽസ് ഉണ്ട്. ഓക്കെ, ഇൻ്റർവെൽസുകൾ 4 എണ്ണമാണ്. അതിലെ ഒന്നാണ് നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. 4 അങ്ങോട്ട് പറയാം. ഓക്കെ, ഒന്നാമത്തെ ഇൻ്റർവെലിൻ്റെ പേരാണ് ക്ലോസ്ഡ് ഇൻ്റർവെൽ. ക്ലോസ്ഡ് ഇൻ്റർവെൽ. അപ്പോൾ എന്താണ് ഈ ക്ലോസ്ഡ് ഇൻ്റർവെലിൻ്റെ പ്രത്യേകത? ഈ 4 ഇൻ്റർവെൽസിലുണ്ടെന്ന് ചേഞ്ചസുകൾ എല്ലാം കൃത്യമായിട്ട് അറിയണം. രണ്ടാമത്തേത് ഓപ്പൺ ഇൻ്റർവെൽ, മൂന്നാമത്തേത് സെമി ക്ലോസ്ഡ് ഇൻ്റർവെൽ, നാലാമത്തേത് സെമി ഓപ്പൺ ഇൻ്റർവെൽ. അപ്പോൾ ഇങ്ങനെ 4 ടൈപ്പ് ഇൻ്റർവെൽസ് ആണ്: ക്ലോസ്ഡ് ഇൻ്റർവെൽ, ഓപ്പൺ ഇൻ്റർവെൽ, സെമി ക്ലോസ്ഡ്, സെമി ഓപ്പൺ. ഈ 4 ഇൻ്റർവെൽസിൽ ചെറിയ ചെറിയ ചേഞ്ചസുകൾ മാത്രമേ ഉള്ളൂ. എല്ലാം ഏകദേശം ഒരർത്ഥത്തിൽ സെയിം ആണെങ്കിലും ചെറിയ ചെറിയ ചേഞ്ചസുകളുടെ പേരിൽ 4 പേരിലായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിനുള്ളിൽ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ക്ലോസ്ഡ് ഇൻ്റർവെലാണ്. ഓക്കെ, വാട്ട് ഈസ് മെൻ ബൈ ക്ലോസ്ഡ് ഇൻ്റർവെൽ? എന്താണ് ഈ ഇൻ്റർവെലിൻ്റെ മീനിങ് പറയാം. ഇപ്പോൾ നമ്മൾ ഏതിൻ്റെങ്കിലൊക്കെ വില പറയുമ്പോഴോ, ഇപ്പോൾ നമ്മളിപ്പോൾ ഗോൾഡിൻ്റെ വില 4000 ഒരു ഗ്രാമിന് 5000-നും 6000-നും ഇടയ്ക്ക്, അല്ലെങ്കിൽ 5500-നും 6000-നും ഇടയ്ക്ക്, ഇല്ലെങ്കിൽ പഞ്ചസാരയുടെ കഴിഞ്ഞ മാസത്തെ ഒരു മാസത്തെ വില 40-നും 50-നും ഇടയ്ക്കാണ്. ഇപ്പോൾ മിക്കവാറും 40-നും 50-നും ഇടയ്ക്കാണെന്നൊക്കെ നമ്മൾ പറയത്തില്ലയോ? ഇല്ലെങ്കിൽ നമ്മുടെ മാർക്ക് കിട്ടത്തില്ലേ നമ്മുടെ സ്കൂളിലെ ടെസ്റ്റ് പേപ്പറിനൊക്കെ? നമ്മൾ പറയാറുണ്ടല്ലോ, എനിക്ക് 15-നും 20-നും ഇടയ്ക്കാണ് എന്നൊക്കെ ഉദ്ദേശിച്ച് പറയുന്ന കാര്യമാണ്. ആ ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. നമ്മുടെ മാർഗം എന്നുള്ളത് ഇവിടെ നിന്നാണ് എക്സ് എന്നുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ എക്സ് എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ, അതെന്തെങ്കിലും ആയിക്കോട്ടെ, എവിടെന്നെങ്കിലും കിട്ടുകട്ടെ. നമുക്ക് ഇപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ പല കാര്യങ്ങളൊക്കെ ചെയ്ത് എക്സ് കിട്ടത്തില്ലയോ? ഈ എക്സിൻ്റെ വാല്യൂ 2 നമ്പറുകൾക്ക് ഇടയ്ക്കാണ് എന്ന് ഉദ്ദേശിക്കുന്നതാണ് ഇൻ്റർവെൽ. ഓക്കെ, 2 നമ്പറുകൾക്ക് ഇടയ്ക്കാണ് എക്സിൻ്റെ വാല്യൂ ലൈ ചെയ്യുന്നത്. ദ വാല്യൂ ഓഫ് എക്സ് ലൈസ് ഇൻ ബിറ്റ്വീൻ 2 നമ്പേഴ്സ്. ഓക്കെ, 2 നമ്പേഴ്സുകൾ എയും ബിയും എന്ന് വിചാരിക്കുക. ഓക്കെ, 2 നമ്പേഴ്സുകൾ, ഇതിനിടയ്ക്കാണ് എക്സിൻ്റെ വില എന്ന് നമ്മൾ ഉദ്ദേശിക്കാൻ വേണ്ടിയാണ് ഇൻ്റർവെൽ. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ അതിൻ്റെ ക്ലോസ്ഡ് ഇൻ്റർവെലാണ്. അപ്പോൾ അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്: എക്സ് എലമെൻറ്റ് ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവെൽ എ. ഇതിൻ്റെ ഇടയ്ക്കൊരു കാര്യങ്ങൾ പറഞ്ഞേക്കാം. ക്ലാസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ നമ്മുടെ ഓൺലൈൻ ക്ലാസ് ഉണ്ട്, ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് അടിപൊളിയായിട്ട് മാത്സിനെ പഠിച്ച് പോകാൻ പറ്റും. മാത്സിനെ മാത്സായിട്ട് തന്നെ പഠിച്ചു പോകാൻ പറ്റും കേട്ടോ. സിമ്പിളായിട്ട് നല്ല ട്രിക്സുകളൊക്കെ ഉദ്ദേശിച്ചുകൊണ്ട്, മീൻസ് എല്ലാ ട്രിക്കുകളും നിങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റും. രണ്ടാമത് നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ക്ലാസ്സസ് കൂടാതെ നോട്ട്സുകൾ തരും. പിന്നെ ഇക്വേഷൻ ബുക്കിലെറ്റ് തരും, ക്വസ്റ്റ്യൻ പാക്കേജ് തരും. നിങ്ങൾക്ക് ഏതാണ് പഠിക്കേണ്ടതെന്നുള്ള കൃത്യമായിട്ട് തരും. നിങ്ങളങ്ങ് പഠിച്ചാൽ മതി. ഓക്കെ, അങ്ങനെയുള്ള ക്ലാസ്സുകളാണ്. ജോയിൻ ചെയ്യാം. വളരെ ചെറിയൊരു ഫീസൊക്കെ ഉള്ളൂ. 1 ഇയർ ഇത്രമേ ഉള്ളൂ.
ഓക്കെ 2500 അത്രയേ ഉള്ളൂ. ഓക്കെ, എല്ലാ കാര്യങ്ങളും കിട്ടും. എല്ലാ കാര്യങ്ങളും കിട്ടുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫുൾ മാർക്ക് കിട്ടുകയും ചെയ്യും. ആ രീതിക്കുള്ള ക്ലാസ്സാണ്. ഓക്കെ, അപ്പോൾ അതിന് ജോയിൻ ചെയ്യാൻ നമ്മുടെ നമ്പർ 9846708540 കോൾ ചെയ്തോ, വാട്സപ്പിൽ മെസ്സേജ് അയച്ചോ, ജോയിൻ ചെയ്യാം. പിന്നെ ഇതിലൂടെ നിങ്ങൾക്ക് എൻട്രൻസ് പഠിക്കണമെന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്കൊരു പാക്കേജായിട്ട് കിട്ടുന്നുണ്ട് 2 വർഷത്തേക്ക്. അങ്ങനെയൊക്കെ വേണം ഇപ്പോഴത്തെ രീതിയിൽ കൂടെ. നമ്മൾ ഇപ്പോഴത്തെ കാലം ആ രീതിയിൽ കൂടെയാണ്. അത് നിങ്ങൾ ആ രീതിയിൽ കൂടെ പഠിക്കണം. അല്ലാതെ +1 പഠിക്കുന്നു, ഞാൻ +1 പഠിക്കുന്നു, അത്രയേ ഉള്ളൂ. എക്സ്ട്രാ ഒന്നുമില്ല. അങ്ങനെ ആവരുത്. ഓക്കെ, അപ്പോൾ ദ വാല്യൂ ഓഫ് എക്സ് ലൈസ് ഇൻ ബിറ്റ്വീൻ 2 നമ്പേഴ്സ് എ ആൻഡ് ബി. ഓക്കെ, 2 നമ്പേഴ്സുകൾക്കിടയ്ക്കാണ് എക്സിൻ്റെ വില എന്നുള്ളതിന് ഡിനോട്ട് ചെയ്യുന്നതാണ് എന്ത്, ഇൻ്റർവെൽ. അവിടെ നോക്കിക്കേ, ഈ എഴുതിയേക്കുന്നതിനൊരു അർത്ഥമുണ്ട്. ഞാനൊരു നമ്പർ കൂടെ ഡിനോട്ട് ചെയ്യാം, ശ്രദ്ധിക്കുക. എക്സ് എലമെൻറ്റ് ഓഫ് 25 വേണ്ട ക്ലോസ്ഡ് ഇൻ്റർവെൽ 25 എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ മീനിങ് എന്താണെന്ന് കേട്ടോളാം. ദ വാല്യൂ ഓഫ് എക്സ് ലൈസ് ഇൻ ബിറ്റ്വീൻ 2 and 5 ഇൻക്ലൂഡിങ് 2 and 5. ഇൻക്ലൂഡിങ് 2 and 5. ശ്രദ്ധിച്ചേ, ഇൻക്ലൂഡിങ് 2 and 5 എന്ന് പറഞ്ഞാൽ നമ്പർ ലൈനിൽ 2 ഇവിടെ 5 ആണെന്ന് വിചാരിക്കുക, ഇവിടെ 3 ഉണ്ട്, ഇവിടെ ആരുണ്ട് 4. എക്സിൻ്റെ വില ഈ 2 തൊട്ട് എടുത്ത് തുടങ്ങാം എന്നാണ് അർത്ഥം. എന്ന് പറഞ്ഞാൽ 2 കഴിഞ്ഞാൽ പിന്നെ 3 എന്നല്ല, 3 കഴിഞ്ഞ് 4 നമ്മുടെ മനസ്സിൽ അത്രേ വരുന്നുള്ളൂ. അങ്ങനെയല്ല, 2 കഴിഞ്ഞ് തൊട്ടപ്പുറത്ത് 2.1 2.2 അതെല്ലാം എടുക്കാം. എല്ലാം ഇതിനിടയ്ക്കുള്ളവരെല്ലാം എടുക്കാം കേട്ടോ. ഇതെല്ലാം എടുത്ത് അങ്ങ് വരെ ചെന്ന് 5 വരെയും എടുക്കാം എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ 2 തൊട്ട് 5 വരെ എടുക്കാം. മനസ്സിലായല്ലോ? അല്ലാതെ 2നും 5നും ഇടയ്ക്കെന്നല്ല, 2നും 5നും ഇടയ്ക്കുള്ളവരെ എടുക്കാം, 2നെയും എടുക്കാം, 5നെയും എടുക്കാം. അതാണ് ഉദ്ദേശിക്കുന്നത്. ഇതാണ് നമ്മുടെ ഉദ്ദേശിക്കുന്നത്, ക്ലോസ്ഡ്. ഓക്കെ, ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് ജോമെട്രിക്കൽ ഫോം എന്നാണ്. ജോമെട്രിക്കൽ. ഇതിനെ വിളിക്കുന്ന പേര്, നമ്മുടെ പേര് എല്ലാവരും കേട്ടുള്ളതാണെന്ത്, റോസ്റ്റർ ഫോം. ഇപ്പം 2 ഫോംസിനെ കുറിച്ച് പഠിച്ചു. ആരുടെ, ക്ലോസ്ഡ് ഇൻ്റർവെല്ലിൻ്റെ 2 ഫോംസുകളെ കുറിച്ച് പഠിച്ചു. 2 രീതിയിൽ കൂടെ റെപ്രസെൻ്റ് ചെയ്യുന്നു. ഇതെന്താണ് മോനെ, ക്ലോസ്ഡ്. ഇതിൻ്റെ എന്താണ് റോസ്റ്റർ ഫോം. ഇത് 2 ക്ലോസ്ഡ് ആണ്. ഇതതിൻ്റെ റോസ്റ്റർ ഫോം. ഇതെന്താണ് മോനെ, ജോമെട്രിക്കൽ ഫോം. ഒരു ഫോമും കൂടിയുണ്ട്, സെറ്റ് ബിൽഡർ ഫോമും കൂടിയുണ്ട് കേട്ടോ. ഇതെല്ലാം പഠിച്ചിരിക്കണം. കാരണം എക്സാമിന് ഇതിലേതെങ്കിലും ഒരു ഫോമേ തരത്തുള്ളൂ. എന്നിട്ട് മറ്റൊരു ഫോമിനെ കണ്ടുപിടിക്കാൻ പറയും. ചിലപ്പോൾ റോസ്റ്റർ ഫോം തന്നിട്ട് സെറ്റ് ബിൽഡർ ഫോം, അല്ലെങ്കിൽ സെറ്റ് ബിൽഡർ ഫോം തന്നിട്ട് റോസ്റ്റർ ഫോം, ഇല്ലെങ്കിൽ ഇതിൻ്റെ ജോമെട്രിക്കൽ ഫോം കൂടെ കണ്ടുപിടിക്കാം. ചിലപ്പോൾ 2 എണ്ണം ചോദിക്കാം, 1 മാർക്കോ അല്ലെങ്കിൽ 2 മാർക്കോ. ഓക്കെ, എന്താണ് സെറ്റ് ബിൽഡർ ഫോം എന്ന് നോക്കണം. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ്, ഇങ്ങനെയാണ് സ്റ്റാർട്ടിങ്. ഓക്കെ, എപ്പോഴും സെറ്റ് ബിൽഡർ ഫോം സ്റ്റാർട്ട് ചെയ്യേണ്ടത് എങ്ങനെയായിരിക്കണം, സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ്. ഇവിടെ നോക്കിക്കേ, 2 5 അല്ലേ മോനെ, ശ്രദ്ധിച്ചിരിക്കണം. എഴുതുമ്പോൾ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 എക്സ് എലമെൻറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആർ. ഇതാണ് സെറ്റ് ബിൽഡർ ഫോം എഴുതുന്നത്. അപ്പോൾ ഇത് 3 ഒരു കാര്യം തന്നെയാണ്. ഇതെല്ലാം ഒന്ന് തന്നെയാണ്. 3 രീതിയിൽ കൂടെ നമ്മളെ കാണിച്ചേക്കുകയാണ്. ഓക്കെ, ഇത് നമുക്ക് ഏറ്റവും എളുപ്പം മനസ്സിലാവുന്ന രീതി വേണ്ടത് എന്താണ്, റോസ്റ്റർ ഫോം. ഇതാണ് നമ്മളെന്താ റോസ്റ്റർ ഫോം. എയും ബിയും വരെ എഴുതുന്നത്. ഓക്കെ, അപ്പം നമ്പർ വെച്ചുകൊണ്ടുള്ള റോസ്റ്റർ ഫോം മനസ്സിലായല്ലോ. ദ എക്സ് എലമെൻറ്റ് ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവെൽ 2 5, ദാറ്റ് മീൻസ് ദ വാല്യൂ ഓഫ് എക്സ് ടേക്കൺ ഫ്രം 2 up to 5 ഇൻക്ലൂഡിങ് ബിറ്റ്വീൻ. ഇതിനിടയ്ക്ക് എല്ലാവരെയും ഉൾപ്പെട്ടാണ്. അല്ലാതെ 2ഉം 5ഉം മാത്രമല്ല, 2 തൊട്ട് അങ്ങോട്ട് ഇടയ്ക്കുള്ളവരെല്ലാം ഉൾപ്പെട്ട് 2.1 2.2 അങ്ങനെ 3.1 3.4 അങ്ങനെ 4. അങ്ങനെ 5 വരെ എല്ലാ നമ്പറും എല്ലാ ഡെസിമൽ നമ്പേഴ്സും ഉൾപ്പെട്ടാണ് 5 വരെ എത്തുന്നത്. ഓക്കെ, അപ്പോൾ ഈ 3 ഫോംസുകളാണ് നമുക്ക് പഠിക്കേണ്ടത്. ഒന്നെന്താണ് റോസ്റ്റർ, ഇതെന്താണ് ജോമെട്രിക്കൽ, ഇതെന്താണ് സെറ്റ് ബിൽഡർ ഫോം. അപ്പോൾ ഈ എക്സാമിന് വരുമ്പോൾ ഇത് തരും, എന്നിട്ട് ഇത് കണ്ടുപിടിക്കാൻ പറയും. ഞാനൊരു എക്സാം നോക്കി എഴുതാം. ഇപ്പോൾ നോക്കിക്കേ, എക്സ് എലമെൻറ്റ് ഓഫ് -1 3. ഇതിൻ്റെ വായിക്കുന്നത് എങ്ങനെയാണ്, എക്സ് എലമെൻറ്റ് ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവെൽ -1 3. ഇതാണ് നമ്മുടെ റോസ്റ്റർ ഫോം ഓഫ് ദിസ് ഇൻ്റർവെൽ. ഇതിനെ റോസ്റ്റർ ഫോമായി വിളിക്കുന്നത്. അപ്പം നമുക്ക് അവർ ഇവിടെ എന്താണ്, റൈറ്റ് ഇൻ സെറ്റ് ബിൽഡർ ഫോം അല്ലെങ്കിൽ റൈറ്റ് ഇൻ ജോമെട്രിക്കൽ ഫോം. അപ്പം നമ്മൾ ചെയ്യേണ്ടത്, ഇതിൻ്റെ സെറ്റ് ബിൽഡർ ഫോം എഴുതുമ്പോൾ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ്. അപ്പോൾ എങ്ങനെയായിരിക്കും ഒന്ന് ആലോചിച്ചേ. ഇതിനെ നമ്മൾ ഇങ്ങനെയാണ് എഴുതുന്നത്. ഇങ്ങനെ അങ്ങനെയാണെങ്കിൽ ഇതിനെ എങ്ങനെ എഴുതുമായിരിക്കും, പറഞ്ഞേ. ഇവിടെ 2ഉം 5 ആയപ്പോൾ ഇവിടെ 2ഉം 5 ആണല്ലേ. അതിന് പകരം -1ഉം പിന്നെ ആരാണ് 3. ഇതിനിടയ്ക്ക് ഒരു ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇതിന് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എലമെൻറ്റ് ഓഫ് ആർ. ഓക്കെ, ഇവിടുത്തെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വേണമെന്നുള്ള കാര്യം ഓർത്താൽ മതി. ക്ലോസ്ഡ് ഇൻ്റർവെൽ വരുമ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു. ഇനി അപ്പോൾ ഓപ്പൺ ഇൻ്റർവെൽ വരുമ്പോൾ ലെസ് ദാൻ മാത്രമേ, താഴത്തെ ഈക്വൽ വേണ്ട. ഓക്കെ, അത് നമ്മുടെ അടുത്ത ക്ലാസ്സിലൊക്കെ ഇങ്ങനെ വരും. ക്ലാസ്സുകളെല്ലാം എല്ലാവരും കാണുക, ഫോളോ ചെയ്യുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. കാരണം ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, ഷെയർ ചെയ്തേക്കണം. അപ്പോൾ നിങ്ങൾ നോക്കി അത് പഠിച്ചു. ഇനി ഇതിൻ്റെ ജോമെട്രിക്കൽ ഫോം ചോദിച്ചാൽ നിങ്ങൾ നമ്പർ ലൈൻ വരയ്ക്കുക. നിങ്ങൾ ഒത്തിരി നമ്പറൊന്നും മാർക്ക് ചെയ്യണമെന്നില്ല. -1ഉം 3ഉം അല്ലേ ഇവിടുത്തെ നമ്പേഴ്സ്, അത് 2 മാത്രം മതി.
മറ്റുള്ളവരൊക്കെ വേണമെങ്കിൽ ഇവിടെ 0 ഉണ്ട്, ഇവിടെ 1 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്, വേണമെങ്കിൽ മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ 2 സൈഡും എൻഡുകൾ അങ്ങ് ബോൾഡ് ചെയ്തേക്കണം. ക്ലോസ്ഡ് ആണെങ്കിൽ 2 ബോൾഡ് ചെയ്യണം എന്തായാലും. ഓക്കെ, ഇതിനിടയ്ക്കുള്ളതും ബോൾഡ് ചെയ്യണം. ഓക്കെ, ഇത്രയാണ് ഇതിൻ്റെ ജോമെട്രിക്കൽ ഫോം. അപ്പം മീനിങ് ഒരാൾക്ക് മനസ്സിലാവും. ഈ എക്സിൻ്റെ വില -1 തൊട്ട് 3 വരെയുള്ള എല്ലാ നമ്പറും ഉൾപ്പെട്ട് അവിടെ ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ഫോം നല്ല അടിപൊളിയായിട്ട് പഠിച്ചിട്ടുണ്ട്. അടുത്ത ഫോം ഇതേപോലെ അടുത്ത ക്ലാസ്സുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. റെഗുലറായിട്ട് നിങ്ങൾ ക്ലാസ് ജോയിൻ ചെയ്ത് പഠിച്ചാൽ പിന്നെ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ഗുഡ് ബൈ.